ഐതിഹ്യമാല അധ്യായം 28. കാരാട്ട് നമ്പൂരി. പണ്ടൊരിക്കൽ ഒരു ദിവസം രാവിലെ തൃശ്ശൂർ പേരൂർ ബ്രഹ്മസ്വം മഠത്തിൽ വേദോധ്യാനം ചെയ്ത് താമസിച്ചിരുന്ന ഉണ്ണി നമ്പൂരിമാരോടുകൂടി വാദ്യാൻ നമ്പൂരി വടക്കുന്നാഥ ക്ഷേത്രത്തിൽ തൊഴുവാൻ ചെന്ന സമയം നടയിൽ തൂക്കിയിരുന്ന ഒരു വലിയ മണിയിന്മേൽ ഏറ്റവും ഭയങ്കരമായ ഒരു സർപ്പം ചുറ്റിപ്പിണഞ്ഞിരിക്കുന്നതായി കണ്ടു. വാദ്യാൻ നമ്പൂരി മുതലായവരെല്ലാം ഭയപ്പെട്ട് പിന്മാറി. അത് കണ്ട് അമ്പലത്തിൽ ജപിച്ചുകൊണ്ടിരുന്ന കാരാട്ട് നമ്പൂരി കാരണം ചോദിക്കുകയും വാദ്യാൻ നമ്പൂരി വിവരം അദ്ദേഹത്തെ ധരിപ്പിക്കുകയും ചെയ്തു. കാരാട്ട് നമ്പൂരി വലിയ വിഷവൈദ്യനായിരുന്നതിനാൽ അത്രയുള്ളൂ, അതിന് സമാധാനമുണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എണീറ്റ് നടയിലേക്ക് ചെന്നു. അദ്ദേഹം ഒരു മന്ത്രം ജപിച്ച് സർപ്പത്തെ ബന്ധിച്ചിട്ട് അതിൻ്റെ വാലിന്മേൽ പിടിച്ചു വലിച്ചു. അപ്പോൾ വാൽ വളരെ നീളത്തിൽ കണ്ടു. നമ്പൂരി ആ സർപ്പത്തെ ആ മണിയിന്മേൽ 2-3 തവണ കൂടി ചുറ്റി. എന്നിട്ടും വാലിന്റെ നീളം കുറയാതെ കൂടിക്കൂടി വന്നു. നമ്പൂരി സർപ്പത്തിന്റെ വാലിന്മേൽ പിടിച്ചുകൊണ്ട് ശ്രീകോവിലിന് മുന്നിൽ ചെന്ന് പ്രദക്ഷിണം വെച്ചു. അപ്പോൾ സർപ്പം നീണ്ട് ശ്രീകോവിലിന് 3 ചുറ്റായി മാറിയെങ്കിലും അതിന്റെ നീളം മണിയിന്മേൽ ചുറ്റിയിരുന്ന 6 ചുറ്റും വിട്ടിട്ടില്ല. എന്നാൽ ഇതിന് ഇത്ര നീളമുണ്ടെന്നറിയണമെന്ന് നിശ്ചയിച്ചിട്ട് നമ്പൂരി സർപ്പത്തിന്റെ വാലിന്മേൽ പിടിച്ചുകൊണ്ട് അമ്പലത്തിന്റെ മുറ്റത്തിറങ്ങി. അപ്പോൾ സർപ്പം അത്രയും നീണ്ടു. നമ്പൂരി വീണ്ടും അമ്പലത്തിന് ആകപ്പാടെ 3 വലത്തു വെച്ചു. അപ്പോൾ സർപ്പത്തിന്റെ ദേഹം അമ്പലത്തിന് 3 ചുറ്റായി. എങ്കിലും മണിയിന്മേലുണ്ടായിരുന്ന ചുറ്റു വിടുകയോ അതിന്റെ നീളം അവസാനിക്കുകയോ ചെയ്തില്ല. ഇത്രയും കണ്ടപ്പോൾ നമ്പൂരിയുടെ മനസ്സിൽ കുറച്ച് ഭയം ജനിച്ചു. ഈ സർപ്പം സാമാന്യക്കാരനല്ലെന്നും അദ്ദേഹം നിശ്ചയിച്ചു. ഉടൻ വാലിന്മേൽ നിന്ന് വിട്ടിട്ട് അദ്ദേഹം ഓടി വടക്കേ ചിറയിൽ ചെന്ന് ചാടി. അവിടെ വെള്ളത്തിൽ മുങ്ങിക്കിടന്നുകൊണ്ട് ഗരുഡനെ ധ്യാനിച്ച് ഒരു മന്ത്രം ജപിച്ചു തുടങ്ങി. ആ സമയം വടക്കുന്നാഥ ശ്രീകോവിലിനകത്ത് നിന്ന് കാരാടിനോട് മത്സരിക്കേണ്ട വാസുകി ഇങ്ങോട്ട് പോരുവോ, അതാണ് നല്ലത് എന്നൊരു അശരീരി വാക്ക് കേട്ടു. ഉടനെ ആ സർപ്പത്തെ കാണാതാവുകയും ചെയ്തു. ഈ അശരീരി വാക്ക് ഭഗവാന്റെ തന്നെയായിരുന്നുവെന്നും ആ സർപ്പം സാക്ഷാൽ വാസുകി തന്നെ ആയിരുന്നുവെന്നുമുള്ളത് വിശേഷിച്ച് പറയേണ്ടതില്ലല്ലോ. നമ്പൂരി വെള്ളത്തിൽ നിന്ന് പൊങ്ങി കരയ്ക്ക് കയറിയപ്പോൾ അദ്ദേഹത്തിന്റെ പുരോഭാഗത്ത് സാക്ഷാൽ ഗരുഡൻ ആവിർഭവിച്ചു. അപ്പോഴേക്കും സർപ്പം അന്തർദാനം ചെയ്തു കളഞ്ഞതിനാൽ നമ്പൂരി ഗരുഡനെ വന്ദിച്ച് മടക്കി അയക്കുകയും ചെയ്തു. അനന്തരം കാരാട്ട് നമ്പൂരി കുറച്ചുകൂടി വിഷവൈദ്യം പഠിക്കണമെന്ന് നിശ്ചയിച്ച് പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ചു. അദ്ദേഹത്തെക്കാൾ പഠിത്തമുള്ളവരായി കേരളത്തിൽ ആരെയും കണ്ടുകിട്ടായിയാൽ അദ്ദേഹം പരദേശത്തേക്ക് കടന്നു. ബദരി ആശ്രമത്തിൽ വെച്ച് അദ്ദേഹം വിഷവൈദ്യത്തിൽ അതിനിപുണനായ ഒരു സന്യാസിയെ കണ്ടു. തനിക്ക് വിഷവൈദ്യം കുറച്ചുകൂടി പഠിച്ചാൽ കൊള്ളാമെന്നുള്ള വിവരം അദ്ദേഹം ആ സന്യാസിയെ ഗ്രഹിപ്പിച്ചു. അങ്ങയ്ക്ക് വിഷവൈദ്യത്തിൽ എന്തെല്ലാം അറിയാമെന്ന് സന്യാസി ചോദിച്ചു. സർപ്പങ്ങളുടെ എല്ലാം വിഷം ഇറക്കുവാൻ അറിയാമെന്ന് നമ്പൂരി പറഞ്ഞു. അതുവോ എന്ന് പറഞ്ഞ് സന്യാസി നമ്പൂരിയെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പുറപ്പെട്ടു. 5-6 ദിവസം കൊണ്ട് അവർ ഒരു വലിയ വനത്തിലെത്തി. സന്യാസി നമ്പൂരിയെ കൊണ്ട് അവിടെ ഒരു വലിയ മരത്തിന്റെ മുകളിൽ കയറി. നമ്പൂരിയെ സന്യാസി ആ മരത്തോട് കൂട്ടിവെച്ച് മുറുകെ കെട്ടിയതിന്റെ ശേഷം ഒരു മരുന്നെടുത്ത് കിഴക്കോട്ട് കാണിച്ചു. അപ്പോൾ ആ വനത്തിൽ കിഴക്കുഭാഗത്തുണ്ടായിരുന്ന മൃഗങ്ങളും പക്ഷികളുമെല്ലാം പടിഞ്ഞാട്ടോട്ട് പാഞ്ഞു തുടങ്ങി. കരി, കരടികൾ, കടുവ, പുലി, സിംഹം മുതലായവ മൃഗങ്ങളുടെ ഓട്ടം കണ്ട് നമ്പൂരി വളരെ പരിഭ്രമിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സർപ്പത്തിന്റെ വരവായി. ആ സർപ്പം ഒരു വലിയ കാട്ടാനിയെ കുത്തിയെടുത്ത് ധണം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് വന്നത്. ആ സർപ്പം ഒരു പെരുമ്പാമ്പ് ഒരു ചെറുതവളയെ എന്ന പോലെ നിഷ്പ്രയാസമായിട്ടാണ് ആ വലിയ കൊലകൊമ്പനെ കുത്തിയെടുത്തിരുന്നത്. ആ ഒരു സർപ്പത്തിന്റെ വലിപ്പവും ഭയങ്കരതത്വവും എത്രമാത്രം ഉണ്ടായിരുന്നുവെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ആ സർപ്പത്തിന്റെ ഭൂൽക്കാരത്തിൽ നിന്ന് പുറപ്പെടുന്ന വിഷജ്വാല തട്ടി സമീപത്തുള്ള കാടുകളും മരങ്ങളുമെല്ലാം കരിയുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ആ സർപ്പത്തിന്റെ വരവ് കണ്ടപ്പോൾ നമ്പൂരി മൂർച്ഛിച്ചുപോയി. മരത്തിന്മേൽ കൂട്ടിവെച്ച് മുറുക്കി കെട്ടിയിരുന്നതിനാൽ താഴെ വീണില്ല എന്നേ ഉള്ളൂ. സന്യാസി ഉടനെ ഒരു മരുന്നെടുത്ത് പടിഞ്ഞാട്ടോട്ട് കാണിച്ചു. പടിഞ്ഞാട്ട് പോയ പക്ഷി മൃഗാദികളെല്ലാം തൽക്ഷണം കിഴക്കോട്ടും പോയി. ആ കൂട്ടത്തിൽ ആ സർപ്പവും തിരികെ മടങ്ങി. അപ്പോഴേക്കും നമ്പൂരിക്ക് ബോധം വീണു. അപ്പോൾ സന്യാസി സർപ്പങ്ങളുടെ എല്ലാം വിഷമിറക്കാമോ എന്ന് ചോദിച്ചു. അയ്യോ, ഇതിന് ഞാൻ ശക്തനല്ല, ഇത്ര ഭയങ്കരങ്ങളായ സർപ്പങ്ങൾ ഉണ്ടെന്ന് തന്നെ ഞാൻ ധരിച്ചിരുന്നില്ല എന്ന് നമ്പൂരി പറഞ്ഞു. പിന്നെ 2 പേരും മരത്തിന്മേൽ നിന്നും താഴെ ഇറങ്ങി ബദരി ആശ്രമത്തിൽ തന്നെ വന്നു ചേരുകയും ചെയ്തു.
അവിടെ വെച്ച് ആ സന്യാസി വിഷവൈദ്യത്തിന് വേണ്ടുന്ന മരുന്നുകളും മന്ത്രങ്ങളുമെല്ലാം നമ്പൂരിക്ക് ഉപദേശിച്ചു കൊടുത്തു. നമ്പൂരി ആ ഉപദേശങ്ങളെല്ലാം ഗ്രഹിച്ച് സന്യാസിയെ ഭക്തിപൂർവ്വം വന്ദിച്ച് യാത്ര പറഞ്ഞ് തിരികെ പോരുകയും ചെയ്തു. സ്വദേശത്ത് വന്നതിൻ്റെ ശേഷം കാരാട്ട് നമ്പൂരി വിഷവൈദ്യത്തിൽ പൂർവാധികം പ്രസിദ്ധനായി തീർന്നു. വിഷവൈദ്യം സംബന്ധിച്ച് അദ്ദേഹം അനേകം അത്ഭുതകർമ്മങ്ങൾ ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സമ്പാദിച്ച അനേകം പേർ ഈ വിഷയത്തിൽ യോഗ്യന്മാരായി തീരുകയും ചെയ്തു. ഇതോടുകൂടി ഐതിഹ്യമാല അധ്യായം 28 അവസാനിച്ചിരിക്കുന്നു. അടുത്തത് അധ്യായം 29 വിഡ്ഢി കൂഷ്മാട്ടം തുടരും.